നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 15 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1 മുതൽ 14 വരെ കാണാത്ത മച്ചാമറണ്ട പെട്ടെന്ന് പോയിട്ട് കാണാം. വീഡിയോത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ സെറ്റാക്കാൻ പഠിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റൊക്കെ എങ്ങനെ സെറ്റാക്കണം ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പിന്നെ കോഡ് സെറ്റാക്കുന്നത് ടെലഗ്രാം ബോട്ടിൻ്റെ റിപ്പോസിറ്ററിയിൽ വെക്കുന്ന സെറ്റാക്കുന്നത് കാട്ടിച്ചു തരുന്നുണ്ട്. അതിനെ കാട്ടി മുമ്പ് നിങ്ങൾക്ക് പ്രൂഫും കൂടി കാട്ടിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ സെറ്റാക്കുന്ന എന്തിൽ വെച്ചാൽ പൈത്രോയിഡ് 3 എന്നൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. വേണ്ട മച്ചാമാർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എല്ലാം ഇങ്ങനെ നേരെ റിപ്പോസ്റ്റിലേക്ക് തന്നെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ പൈരോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. പൈരോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മോട്ടക്കിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതല്ല. ഓക്കെ, പിന്നെ ഇതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ അടിപൊളി കോഡ്സൊക്കെ സെറ്റാക്കുന്ന വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനാണ് പൈത്രോയിഡ് 3 എന്ന ആപ്ലിക്കേഷന്. ഇപ്പോൾ ഞങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നിന്നും കാട്ടിച്ചു തരാം. ഈ ആപ്ലിക്കേഷനിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, എല്ലാ മച്ചാമാരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കോഡ് മാത്രം മതി എന്നുള്ള മച്ചാമാർ കോഡ് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. എല്ലാം നിങ്ങൾക്ക് എങ്ങനെ സെറ്റാകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാം. ഓക്കെ, കോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ കൊടുക്കുകയാണ് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് അതിൻ്റെ ഡേറ്റ് ടൈം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഡേറ്റ് ടൈം എന്ന് എഴുതിയതിന് ശേഷം ബിഗ് ലെറ്ററിലല്ല സ്മോൾ ലെറ്ററിൽ ചെയ്തതിന് ശേഷം 2 സ്പേസ് വിടാം, അല്ലെങ്കിൽ 1 സ്പേസ് വിടാം. 2 ലൈൻ വിടാം, അല്ലെങ്കിൽ 1 ലൈൻ സ്പേസിൽ വിട്ടുള്ള ലൈൻ. എന്നിട്ട് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഔട്ട് എടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഔട്ട് ആയിട്ട് എടുക്കുന്നത് ML ഔട്ട് എടുക്കുകയാണ്. M=2 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ആക്കിയ ഡേറ്റ് ടൈമിനെ ഒന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈം ഡോട്ട് നൗ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 ബ്രാക്കറ്റ് വന്നിട്ടുണ്ടാവും, ഓപ്പണും ക്ലോസും വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാനിവിടെ ഔട്ട് എടുത്തിട്ടുള്ളത് ML മീത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് ഔട്ട് എടുക്കുന്നത് ടൈം ഔട്ട് എടുക്കുകയാണ്. ടൈം=2. പിന്നെ ഇപ്പോൾ ഞാൻ ഔട്ട് എടുത്തിട്ടുള്ളത് ML ആ എമ്മിനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ മാർക്കാക്കി അടിച്ചുതരാം. ഈ ഒരു ആണ് ഇപ്പോൾ ഞാൻ ഔട്ട് എടുത്തിട്ടുള്ളത് ഡേറ്റ് ടൈമിൻ്റെ അവിടെ M. അപ്പോൾ നിങ്ങൾക്കവിടെ എന്താണെങ്കിൽ ഔട്ട് എടുക്കുക കേട്ടോ. M.hour കൊടുക്കുകയാണ്. ഓക്കെ, അവറിൽ ഇപ്പോൾ ഡേറ്റ് ടൈമിന് ഇപ്പോൾ ഞാൻ അവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് 2 ഇത് ലൈൻ വിട്ടതിന് ശേഷം ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം വീഡിയോ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അവറിനെ ഔട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ടൈം എടുത്തിട്ടുള്ളത്. ഓക്കെ, ടൈം എൻ്റെ 1 സ്പേസ് വിടാം. എൻ്റെ ലെസ് ദെൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലത്തെ ഒരു അടുത്ത സൈഡിലേക്കുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 12 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, രാത്രി 1 മണി മുതൽ 12 മണി വരെ, രാത്രി 1 AM മുതൽ 1 AM അല്ല 12:01 മുതൽ രാവിലെ 11:59 വരെ ഉള്ളതാണ്. പിന്നെ രണ്ടാമത്തെ സ്പേസ് ഇട്ടിട്ട് നേരെ ടീൻ്റെ നേരെ താക്കെത്തും. അത് ഈ പൈത്രോയിഡിൽ മാത്രം ഗിറ്റബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തത്തില്ല. കോഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ വേണ്ട സ്പേസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ആണെങ്കിൽ പ്രിൻ്റ് ടൈപ്പ് എടുത്തതിന് ശേഷം ഇതുപോലത്തെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഡബിൾ കോമ ഇട്ട് കൊടുത്തതിന് ശേഷം ഡബിൾ കോമയിൽ ഒറ്റ ഇട്ടാൽ മതി, അതൊക്കെ 2 വന്നോളും. പിന്നെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ഇവിടുന്ന് 2 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, 2 1 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്പേസ് വിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പ്രിൻറ്റിൻ്റെ തൊട്ട് നേരെ താക്കരും. നമുക്ക് ആ പ്രിൻറ്റിൻ്റെ തൊട്ട് നേരെ ലെവലിലേക്ക് ഒരിക്കലും വന്നുകൂടാ. നമുക്ക് വരേണ്ടത് എന്താ വെച്ചാൽ ഇഫിൻ്റെ നേരെ ലെവലിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന നേരെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ നേരെ ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഞാൻ ഇനി ടെക്സ്റ്റ് എഴുതാൻ പോകുന്നത് നേരെ ഇഫിൻ്റെ നേരെ ലെവലിലായിരിക്കും ടെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഓക്കെ, എലിഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എലിഫ് എൻ്റെ ടൈം എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ലെസ് ദെൻ ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത സൈഡിലേക്കുള്ള ആ സാധനം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിലും നമുക്ക് ഇപ്പോൾ 12 മണി വരെ ഗുഡ് മോർണിംഗ് എന്നുണ്ട്, 11:59 വരെ PM വരെ. ഇനി നമുക്ക് 3 മണി വരെ മതി ഗുഡ് ആഫ്റ്റർനൂണായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 15 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 15 ആകുമ്പോൾ 3 മണിയായിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ കോമ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ 1 സ്പേസ് വിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് എത്തും. അവിടെ ഇങ്ങനെ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ടായിട്ട്
ഡബിൾ കോമ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ ഗുഡ് ആഫ്റ്റർനൂൺ, അല്ല നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനൊരു പ്രശ്നമില്ല. അവിടെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് കയറാം. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ തന്നെ നിങ്ങൾ അതിലെത്തേണ്ട എലിഫിൻ്റെ ഈൻ്റെ നേരെ ലെവലിലേക്ക് എന്നിട്ട് അതിൽ എലിഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെസ് ദെൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലത്തെ ഒരു ചിഹ്നം കേട്ടോ അടുത്ത സൈഡിലേക്കുള്ള. എന്നിട്ട് അവിടെ ഇങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് 3 മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ എന്നുണ്ട്. ഇനി നമുക്ക് എത്ര മണി വരെ ഗുഡ് ഈവനിങ് എന്ന് വേണം അതിങ്ങനെ സെറ്റാക്കാം. അതിങ്ങനെ കണക്കൂട്ടിയാൽ മതി. ഞാൻ ഒരു 5 മണിക്കൂർ വരെ ഇതാക്കുന്നത്, അതായത് ഇപ്പോൾ 3 മണി, ഇപ്പോൾ രാത്രി 8 മണി വരെ ഗുഡ് ഈവനിങ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എണ്ണിയിട്ട് സെറ്റാക്കിയാൽ മതി. അല്ലെങ്കിൽ 19 ആകുമ്പോൾ ഏകദേശം 7 മണി വരെ ആയിട്ടുണ്ടാവും. നമുക്ക് 8 മണി തന്നെ ആക്കാം, 20 തന്നെ ആക്കാം. ഓക്കെ, 20 ആയിട്ടുണ്ട്. എൻ്റെ ഡബിൾ കോമേറ്റിന് സ്പേസ് ഇട്ടോട്ട് നേരെ താഴെ പ്രിൻ്റ് എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുഡ് ഈവനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇപ്പോൾ ഏകദേശം 8 മണി വരെ സെറ്റായിട്ടുണ്ട്. ഇനി 8 മണിൻ്റെ ശേഷം നമുക്ക് ഇനി ഗുഡ് നൈറ്റ് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 3 വട്ടം എലിഫ് എന്നാക്കിയതിന് ശേഷം ഇനി നമ്മൾ എൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ELSE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഈടിങ്ങ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രിൻ്റ് എന്ന് ടൈപ്പ് കൊടുത്തതിന് ശേഷം ഗുഡ് നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റണ്ണാക്കി കൊടുക്കാം. റണ്ണാക്കിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഗുഡ് ഈവനിങ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ടൈം 4:29. അപ്പോൾ ഞാൻ 3 മണി വരെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ സെറ്റാക്കിയിട്ടുള്ളത്. 3:01 മുതൽ രാത്രി 7:59 വരെ ഗുഡ് ഈവനിങ് സെറ്റാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഗുഡ് ഈവനിങ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഔട്ട് നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഒരു എറർ ഇല്ലാത്ത വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക വെച്ചാൽ നേരെ അത് മൊത്തത്തിലൊന്നും കോപ്പി ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരെ നിങ്ങൾ ഏതാണ് റിപ്പോസ്റ്റ് അതിലേക്ക് എടുക്കുക. അതിനെക്കാട്ട് മുമ്പ് ഞാൻ സെറ്റാക്കുന്ന ബോട്ട് കാണിച്ചു തരാം. സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. ബോട്ടിൽ സ്റ്റാർട്ട് അടിച്ചിട്ടാകുമ്പോൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി സ്റ്റാർട്ട് അടിക്കുന്നില്ല. നിങ്ങൾ സ്റ്റാർട്ട് അടിച്ചിട്ട് കണ്ടില്ല സ്റ്റാർട്ട് മെസ്സേജ് എങ്ങനെ ഉണ്ടായിട്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കോഡിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് ആൻറ്റി സർവീസ് ബോട്ടിൻ്റെ കോഡ്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് വരാണ്. അതിന് കമൻറ്റ് സെക്ഷനിലൊക്കെ ആയിട്ട് ഞാൻ എഡിറ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എവിടെയാണോ ഡേറ്റ് ടൈമൊക്കെ സെറ്റാക്കേണ്ടത് അതിലേക്ക് വരാം. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് മെസ്സേജിലേക്കാണ് ഇത് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് മെസ്സേജിൽ തന്നെ വന്നതിന് ശേഷം അവിടെ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടായിട്ട് ഇങ്ങനെ താഴോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കമൻറ്റിൻ്റെ ആണോ ഇത് സെറ്റാക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ട് കമൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിലൊക്കെ ബോട്ടിലൊക്കെ ഏടെ വേണമെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് നേരത്തെ കോപ്പി ചെയ്ത സാധനം ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ കമൻറ്റ് സ്റ്റാർട്ടിൻ്റെ തൊട്ട് മീത്തല്ല, ഈൻ്റെയും എബൈറ്റിൻ്റെയും ഇടയിലുള്ള. ഓക്കെ, എബൈറ്റ് ഏതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് പാർട്ട് 3 ഒക്കെ നോക്കി മച്ചാമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്തുന്നത്. നമ്മൾ സ്റ്റാർട്ട് മെസ്സേജിൻ്റെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നില്ല അത്. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ഡേറ്റ് ടൈം ഓൾറെഡി മീത്ത ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് ഞാൻ അവിടെ ഇമ്പോർട്ട് ആക്കിയിട്ടുള്ളത് ഇതൊന്ന് റിമൂവ് ആക്കാണ്. ഓക്കെ, ബാക്കിയൊന്നും ഞാൻ മീത്ത കാർഡും കൊടുത്തിട്ടില്ല. ഇനി എന്താക്കുക വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് സ്പേസ് വിടണം. എങ്ങനെ വെച്ചാൽ ആൻസിക്കിൻ്റെ സീൻ്റെ അതേ ലെവലിലേക്ക് തന്നെ എത്തിക്കണം. എല്ലാ സംഭവവും അതിൻ്റെ നേരെ ലെവലിലേക്ക് തന്നെ എത്തിക്കണം. അതായത് 4 സ്പേസ് വിട്ടെങ്കിൽ അടുത്തേക്ക് എത്തും. ഓക്കെ, 1 2 3 4 സ്പേസ് ഇട്ടെങ്കിൽ അതിൻ്റെ നേരെ ലെവലിലേക്ക് എത്തും. അതിലും അതിൻ്റെ താഴത്തും സ്പേസ് ഇട്ടിട്ട് എത്തിക്കാം. ഓക്കെ, ഞാൻ 4 സ്പേസ് വിടുന്നുണ്ട്, ഇല്ല എന്നല്ല, നിങ്ങൾ വേണം എണ്ണി നോക്കിക്കാൻ ആ സ്പേസ് വിടുന്നുണ്ടത്. ഓക്കെ, എന്നിട്ടായിട്ട് ഇഫിൻ്റെ അവിടെ നിന്ന് 4 സ്പേസ് അതിൽ വിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം എൻ്റെ ടീൻ്റെ അതേ ലെവലിലേക്ക് എത്തും. പിന്നെ പ്രിൻറ്റിൻ്റെ അവിടെ നിന്ന് 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം പേസ്റ്റ് ചെയ്തെടുത്ത് എല്ലായിടത്തും 4 സ്പേസ് വിട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൊന്നും ചെയ്യാമെന്ന് പോകണ്ട കൂടുതൽ. ഓക്കെ, പിന്നെ പ്രിൻറ്റിൻ്റെ അടുത്ത് അത് ഫുള്ള് റിമൂവ് ആക്കിയിട്ട് 4 സ്പേസ് ഇട്ട് അവിടെ നമുക്ക് പ്രിൻ്റൊന്നും കൊടുക്കേണ്ടതല്ല. നമുക്ക് ഇപ്പോൾ പൈത്രോഡിൽ ചെയ്യാൻ മാത്രമേ പ്രിൻ്റ് എന്ന് കൊടുത്താൽ മതി. കോഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് അത് വെക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഔട്ടായിട്ട് എടുക്കുന്നുണ്ട്, ഞാൻ ഗെറ്റൽറ്റ് കൊടുക്കുകയാണ്. ഇഫിൻ്റെ അടുത്ത് 4 സ്പേസ് വിട്ട് കൊടുക്കണം. ഓക്കെ, ഇഫിൻ്റെ അടുത്ത് 4 സ്പേസ്, ഇഫിൻ്റെ ഐൻ്റെ അടുത്ത് 4 സ്പേസ് വിട്ട് കൊടുക്കാം. 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഔട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗെറ്റൽറ്റാണ് ഇതിന് ഔട്ട് എടുക്കുന്നത്. ഗെറ്റ് ഈക്വൽ ടു ഡബിൾ കോമ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ള ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പ്രിൻ്റ് എൽറ്റാണ് കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, രണ്ടിനും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അവിടെ പ്രിൻറ്റും ഇവിടെ ഗുഡ് മോർണിംഗ് വേണമെങ്കിൽ പ്രിൻറ്റ് കൊടുക്കുക. പ്രിൻറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലൊക്കെ ഔട്ട്റേറ്റ് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഗുഡ് മോർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ 2 കോമ തുടക്കത്തിലിട്ടിട്ടുണ്ട്, ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എലിഫാണ്. എലിഫിന് നേരെ ഇഫിൻ്റെ നേരെ ലെവലിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കാം. ഓക്കെ, എനിക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എലിഫിൻ്റെ ഈൻ്റെ അടുത്ത് 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ഗെറ്റാണ്, ഗെറ്റിൽ തന്നെ നമുക്ക് ഔട്ട് എടുക്കണം. ഇഫിൽ നമ്മൾ ഗെറ്റിലിട്ട് ഔട്ട് എടുത്തുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ഗെറ്റ് തന്നെ ഔട്ട് എടുക്കണം. പിന്നെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ എലിഫിനെ ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള 2 ചെയ്യാം. പ്രിൻറ്റ് മാറ്റിയിട്ട് അവിടെ ഗെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലായിടത്തും ഗെറ്റ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ പേരാണ് കൊടുക്കുക ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, എൽസിനെയോ അതേ ലെവലിലേക്ക് എത്തിച്ച് എന്നിട്ട് അതിൻ്റെ പ്രിൻറ്റിന് 4 സ്പേസ് ഇട്ടിട്ട് വിട്ട് കൊടുക്കുകയാണ്. 4 സ്പേസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ടിനും. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട് എല്ലാം. ഇപ്പോൾ ഔട്ട് എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. പിന്നെ സ്പേസ് വിടുന്ന കാര്യത്തിൽ നിങ്ങൾ നേരെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഇൻട്രൊഡക്ഷൻ എററായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. കൂടുതൽ അങ്ങനെ ആയിരിക്കും വഴിയുള്ളത്, വേറെ വഴിയില്ല. പിന്നെ എലിഫിൻ്റെ എല്ലാ ഇഫിൻ്റെയും എലിഫിൻ്റെ എല്ലാ ഒരേ ലെവലിലേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഔട്ട് എടുത്തിട്ടുള്ളത് ഗെറ്റായിട്ടാണ് ഔട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞ സംഭവമല്ലേ, എലിഫിൻ്റെ ഇഫിൻ്റെ നല്ല എല്ലാം ഒരേ ലെവലിലാണ്. ടൈമും എമ്മും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എമ്മും പിന്നെ ആൻസിക്കിൻ്റെ സീൻ്റെ അതേ ലെവലിലാണ് എല്ലാം വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലിയർ ഇല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടിയിട്ട് വേണം നോക്കിക്കോ കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ ഔട്ട് എടുത്തിട്ടുള്ളത് ഗെറ്റായിട്ടാണ് ഔട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ടെക്സ്റ്റ്, സ്റ്റാർട്ട് മെസ്സേജിൻ്റെ ടെക്സ്റ്റ്. ഇവിടെ ഞാൻ F ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോർമാറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ F ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഫോർമാറ്റ് മെത്തേഡിൻ്റെ കാര്യത്തിൽ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പൈരോഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി, അറിയാത്ത മച്ചാമാരുണ്ടെങ്കിൽ. ഏത് പാർട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ പാർട്ട് കിട്ടിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോർമാറ്റ് മെത്തേഡാണെങ്കിൽ ഇപ്പം ഞാൻ കൊടുക്കുന്ന F നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര പറഞ്ഞത്. ഇപ്പം ഗെറ്റാണ് ഇപ്പോൾ ഞാൻ ഔട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഔട്ട് എടുത്താൽ എനിക്ക് അറിഞ്ഞൂടാ. ആ ഗെറ്റിനൊന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ മെയിൻ്റെനൻസിനകത്ത് ആയിട്ട് ഞാനവിടെ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുള്ള ഗെറ്റ് ക്ലോസ് ആക്കി എന്നിട്ടായിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് ആളെ പേരും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഗുഡ് മോർണിംഗ് ആളെ പേരുണ്ടാകുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാകും കാണാൻ. ഓക്കെ, ഞാൻ മെസ്സേജ് ഫ്രം യൂസർ ഡോട്ട് മെൻഷൻ ആക്കി കൊടുക്കുകയാണ്. എൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ആളെ പേര് വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് മുഹമ്മദ് എന്നിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല മാത്രമേ പറഞ്ഞത് കേട്ടോ, ഔട്ട് അങ്ങനെ കിട്ടുന്നില്ല പറഞ്ഞത്. നമുക്ക് ചെക്കാക്കി നോക്കാം. പിന്നെ ലാസ്റ്റ് അതുപോലത്തെ ഒരു ചിഹ്നം ഇട്ട് കൊടുത്ത്, അത് വേണമെന്നുണ്ടാകാൻ മാത്രം ഇട്ട് കൊടുത്തത്, കാണാൻ രസത്തിനായിട്ട് ഇട്ട് കൊടുത്തതാണ് ഞാൻ. ഓക്കെ, നമുക്കിവിടെ വേറൊന്നും ചെയ്യാനില്ല. എനിക്ക് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്താൽ മതി. കമ്മിറ്റ് ചേഞ്ചസ് ആയതിന് ശേഷം നേരെ ടെലിഗ്രാമിലേക്ക് വരാം. ടെലിഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ബോട്ട് പോയിട്ട് ഒന്ന് ചെക്കാക്കി നോക്കാം. നമുക്ക് ഇത് ഡിപ്ലോയ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിനെക്കാട്ടും വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ സെറ്റാക്കിയ കോഡാക്കി ഇത്രയേ ഉള്ളൂ. കുറച്ച് കൂടുതലൊന്നുമില്ല ആകേണ്ട. ഏകദേശം 1 2 3 4 5 6 7 8 9 ഏകദേശം 10 ലൈനുകളുണ്ട് കോഡ്. ഓക്കെ, കൂടുതലൊന്നുമില്ല, ആകെ 10 ലൈനുള്ളത്. 10 ലൈൻ നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ നേരെ ചെക്കാക്കേണ്ടത്. വേറൊന്നുമില്ല, സ്പേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് എറർ വരത്തില്ല. പിന്നെ രാവിലെ 12 മണി വരെ ഗുഡ് മോർണിംഗും 3 മണി വരെ ഗുഡ് ആഫ്റ്റർനൂണും പിന്നെ ഗുഡ് ഈവനിങ്ങും ഉണ്ട്. 8 മണി വരെ. പിന്നെ 8 മണിൻ്റെ ശേഷം ടൈം കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അടുത്തുള്ള നൈറ്റ് ആകുമ്പോൾ ഏകദേശം 20 മണിക്കൂറായിട്ടുണ്ട്. പിന്നെ 4 മണിക്കൂർ വരെ ഗുഡ് നൈറ്റ് എന്ന് കാട്ടിക്കും. ഓക്കെ, രാവിലെ 12 മണി വരെ ഞാൻ പറഞ്ഞാൽ ഇത് തന്നെ ഗുഡ് മോർണിംഗ്. പിന്നെ ഇവിടെ തന്നെ ടൈം കൊടുക്കാതെ എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം കൊടുക്കാതെ എന്താ വെച്ചാൽ നമുക്ക് 3 കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ടൈം. ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ് ഈ 3 നമ്മൾ ഓൾറെഡി ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് നമ്മൾ 20 ആകുമ്പോൾ തന്നെ 20 മണിക്കൂർ ആയിട്ടുണ്ട്. ബാക്കിയുള്ള 4 മണിക്കൂർ നമുക്ക് ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ LCH സെറ്റാക്കിക്കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളത് ലാസ്റ്റ് ഈ 20 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 മണിക്കൂർ നമുക്ക് ഗുഡ് നൈറ്റ് ആയിട്ട് ഔട്ട് കിട്ടും. ഓക്കെ, പിന്നെ എല്ലായിടത്തും ലെസ് ദാനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മൈനസിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, പ്ലസ് അല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബോട്ട് അപ്ഡേറ്റ് ആയതിനു ശേഷം ഒന്നും കൂടി ഞാൻ സ്റ്റാർട്ട് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ബോട്ട് അപ്ഡേറ്റ് ആയിട്ടാണ് തോന്നുന്നു, ബോട്ട് അപ്ഡേറ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, ബോട്ട് അപ്ഡേറ്റ് ആയതിന് ശേഷം ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗുഡ് മോർണിംഗ് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ ഏകദേശം 1 ഡേ വരെ വെയിറ്റ് ആയിക്കോട്ടെ. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഗുഡ് മോർണിംഗ് കാണിക്കുന്നുണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ല.
നമ്മൾ പൈത്രോൾ വെച്ചിട്ട് ചെക്ക് ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് നേരെ ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ഡേ ഒന്ന് വെയിറ്റ് ആക്കി നോക്കുക, അല്ലെങ്കിൽ രാത്രി 12 മണിക്കുള്ള ബോട്ടൊന്ന് ഡിപ്ലോയ് ആക്കി നോക്കുക ഈ ഒരു കോഡ് വെച്ചിട്ട്. അപ്പോൾ നേരെ ടൈം ബേസ് ആയിട്ട് പോകും തോന്നുന്നു. പിന്നെ ഈ കോഡിൻ്റെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് മറ്റേ കിട്ടിയാൽ ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോ ഇടുന്നുണ്ട്, വേറൊരു പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടാം. പിന്നെ ഇതുപോലത്തെ നല്ല കോഡ്സൊക്കെ വീഡിയോ വരുന്നില്ല എന്നല്ല, നമുക്ക് കുറേ പാർട്ടിൽ നിന്ന് വരാറുണ്ട് പൈരോഗ്രാമിൽ തന്നെ. ആ പാർട്ടൊക്കെ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഒരു കോഡിൻ്റെ വീഡിയോ വരും. അപ്പോൾ എൻ്റെ PM എന്നിട്ട് ആരോട് ചോദിക്കണ്ട, എനിക്ക് ആ കോഡ് തരും ഈ കോഡ് തരുമോ എന്നോട് ചോദിക്കണ്ട കേട്ടോ. എനിക്ക് വലിങ്ങനെ എന്തോ അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് അറിയുന്നതാണ് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്, അറിയാത്തതൊന്നുമല്ല. പിന്നെ ഞാൻ പറയാത്ത കുറേ സംഭവമുണ്ട്, എനിക്കറിയുന്ന കുറേ സംഭവമുണ്ട്, അതൊക്കെ ഞാൻ മെല്ലമായിട്ട് പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് പറഞ്ഞു തരത്തില്ല. ഓക്കെ, ഒറ്റയടിക്ക് പറയാൻ പോലെ വീഡിയോത്തിൻ്റെ ലെങ്ത്ത് നല്ല കൂടി. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് ആൾക്കാർക്ക് കാണാൻ നല്ല മടിയുണ്ട്, അതിനുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ നല്ല കൂട്ടാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം.